Hello, good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. I think all are doing well. Yes, ma'am. All are doing fine. Yes, ma'am. Yes, ma'am. Okay. Yes, ma'am. അത് കേൾക്കണം. നമുക്ക് എപ്പോഴും എല്ലാവരും സുഖമായിട്ടിരിക്കുക അല്ലേ? ഓക്കെ. Okay. Once again, good afternoon to everybody. So, shall we start the classes? Yes, ma'am. എല്ലാവരും എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ ഒന്ന് എൻഷുർ ചെയ്യുക. എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ പ്രശ്നമാവും. നമുക്ക് എന്തെങ്കിലും ഇൻ ബിറ്റ്വീനിൽ ഇടയിൽ കുറെ കഴിയുമ്പോഴേ എന്തെങ്കിലും മനസ്സിലായില്ല എന്ന് പറയുമ്പോഴായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ട് വരാം. കാരണം നമ്മൾ കുറെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അത് കഴിഞ്ഞ് ലാസ്റ്റ് അറ്റത്തെത്തി കഴിയുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന്, അല്ലെങ്കിൽ എത്തിയില്ല, ക്ലിയർ ആയില്ല, കാരണം ഡിസ്റ്റർബൻസ് വന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരാം. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും വോയിസിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക. ചിലപ്പോൾ അത് ഒരാളുടെ മാത്രം പ്രശ്നമാണെങ്കിൽ അവരുടേത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ കൃത്യമായിട്ട് എത്തുന്നുണ്ടെങ്കിൽ ക്ലിയർ എന്നും ഉള്ള ഒരു വേർഡ് ഒന്ന് അങ്ങോട്ട് ടൈപ്പ് ചെയ്തിരിക്കുക ഇതാ കേട്ടോ. അപ്പൊ അതിന്റെ അർത്ഥം ആ ഒരു ഡിവൈസിൽ മാത്രമായിരിക്കും പ്രശ്നം എന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എവരിതിങ് ഓക്കെ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരോടും ഇങ്ങനെ പറയാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഒച്ചയുണ്ടാക്കി പറയണ്ട, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. വോയിസ് കട്ടാകുന്നു, ബ്രേക്ക് ആകുന്നു, ക്ലിയർ ആകുന്നില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കേൾക്കാമെങ്കിൽ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർ എന്നൊന്ന് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം. ക്ലിയർ എന്ന് മാത്രം എഴുതിയാലും മതി. ഓക്കെ, അതർവൈസ് അപ്പൊ നിങ്ങളൊന്നും ആലോചിക്കുക, നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്നൊന്ന് ലീവ് ചെയ്തിട്ട് അപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷിന്റെ നോട്ട് കിട്ടിയില്ല? കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഇംഗ്ലീഷിന്റെ നോട്ടിന്റെ കാര്യമാണോ പറയുന്നത്? യെസ്റ്റർഡേയ്സ് ഇന്നലെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു, അതിന്റെ ക്ലാസ് നോട്ടിന്റെ കാര്യമാണോ? എല്ലാവർക്കും കിട്ടാത്തതാണോ? 25th അല്ലേ? അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ. ഡേ ബിഫോർ യെസ്റ്റർഡേ അല്ലല്ലോ, നാളെ ഇല്ല, മൺഡേ ടു ഫ്രൈഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട തന്നെയാ പറയുന്നത്. നമ്മൾ ക്ലാസ്സിന്റെ പകല് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടല്ല, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളൊന്നും മര്യാദക്ക് കേൾക്കാതൊക്കെയാണ് ഈ പറയണത്. എത്ര വട്ടം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണെന്നറിയോ? വീണ്ടും ഡൗട്ടുകൾ നിങ്ങൾ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Monday to Friday means there is no classes on Saturdays. സാറ്റർഡേയില് ക്ലാസ് ഇല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥമാണല്ലോ. പിന്നെ ഞാൻ മൺഡേ ടു സാറ്റർഡേ എന്ന് പറയില്ലേ? ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് നോട്ട് കിട്ടിയില്ല. ഞാൻ പറയാം, എന്റെ ക്ലാസ് കഴിഞ്ഞത് പറയാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് നിന്ന് പറയാൻ നിന്നാ എന്റെ ക്ലാസ് അവിടെ കുറച്ച് ഡിലേ ആകും. ഓക്കെ, സോ നമ്മള് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മള് നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറച്ച് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്ര എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തെന്നാണ് ശ്രീലക്ഷ്മി നമ്മൾ പറഞ്ഞത്? വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്? ശ്രീലക്ഷ്മി, വിളിക്കുന്ന ആള് ഒന്ന് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഈ ആളുകളൊക്കെ അവിടെ തന്നെ വന്നിരിക്കുന്നതോ ക്ലാസ്സിന് എന്ന് അറിയാനൂടി വേണ്ടിയിട്ടാണ്, ഓപ്പൺ ആക്കി മാത്രം വെച്ചിട്ടുള്ളോ എന്നാണ്. ഓക്കെ, അർപ്പിത, ശ്രീലക്ഷ്മി റെസ്പോണ്ട് ചെയ്തില്ല. Arpita, can you say how many departments are there in a hospital? Two departments. Medical department and supportive department.
അങ്ങനെയാണോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. പറഞ്ഞപ്പോ നമ്മൾ മൂന്നും പറഞ്ഞു. അതായത് okay. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 എന്നാ പറഞ്ഞേ. 3. ഓക്കെ. Okay, ma'am. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. ഇനി മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്തോളൂ കേട്ടാ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്തേക്കാം. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 എന്നാ പറഞ്ഞേ. 2 എന്ന് ഞാൻ പറഞ്ഞില്ല. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. അത് 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു, 2 എണ്ണമായിട്ടൊന്നല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ 2 എണ്ണത്തിന്റെ ഹെഡിങ് നമ്മൾ പറഞ്ഞപ്പോ എല്ലാം പറഞ്ഞു. പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോ സപ്പോർട്ടീവിന്റെ അവിടെ വരെ എത്തിയുള്ളൂ. നമ്മൾ എക്സ്പ്ലനേഷൻസ് കംപ്ലീറ്റ് ആയില്ല, പേജ് കംപ്ലീറ്റ് ആയില്ല എന്ന് ചോദിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് കളയാൻ പാടില്ല. Medical department, supportive department, administrative departments are the 3 classifications of hospital department. Hospital department, okay, it's okay. Hospital departmentകളെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 3 എണ്ണമാണ്. Okay. Then which are the departments coming under medical departments? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? ശ്രീജിത്ത്, can you say? ശ്രീജിത്ത്. Yes, ma'am. I am Binsha. OP department, IP department. IP department and OP department, that is inpatient department and outpatient department. അവിടെ കാണുന്ന പേര് വിളിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. പറയുന്ന അവിടെ നമുക്ക് ഇവിടെ വിസിബിൾ ആകുന്ന പേരായിരിക്കും വിളിക്കുക. അപ്പൊ നിങ്ങൾ അതൊന്ന് ആൻസർ പറഞ്ഞാൽ മതി. ഇറ്റ്സ് ഓക്കെ. അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2. ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെയാണ് 2 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്, OPD ആൻഡ് IPD. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. And supportive department, നമ്മൾ പറഞ്ഞു second classification of hospital department is supportive department. Which are the classifications of supportive departments? Angel Maria ഒന്ന് പറയാമോ? Supportive department ന്റെ classifications ഏതൊക്കെയാ? Therapeutic, general, diagnosis, informative. Okay. ആദ്യത്തെ പറഞ്ഞിരുന്നോ? once again ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? Therapeutic, രണ്ടാമത്തെ ജനറൽ, മൂന്നാമത്തെ ഡയഗ്നോസിസ്, നാലാമത്തെ ഇൻഫോർമേറ്റീവ്. ഓക്കെ, വെരി ഗുഡ്. ആദ്യത്തെ ഞാൻ കേട്ടില്ല. ഓക്കെ, ഒന്നാമത്തെ ഞാൻ പറയുന്നത് കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 4. 4 ആയിട്ടാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിന്റെ കീഴിൽ വരുന്ന ഈ 4 ക്ലാസിഫിക്കേഷൻസ് ആണ് തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്നത്. അല്ലെ? Again, which are the departments which comes under therapeutic? തെറാപ്യൂട്ടിക്കിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഷിംന പറയാമോ? Pharmacy, ഫാർമസി, physiotherapy, ഡയറ്ററ്റിക്സ് ആണ്. ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? എന്തുകൊണ്ടാണ് ഈ 3 എണ്ണം ആ ഒരു തെറാപ്യൂട്ടിക് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ ഹീലിംഗ് ഓഫ് ഡിസീസസ്, നമ്മളുടെ രോഗം ഭേദമാക്കാൻ കഴിവുള്ള കാര്യങ്ങൾ നടത്തപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടെ. അതായത് ഫാർമസിയിൽ നിന്ന് മരുന്ന് കൊണ്ടുപോയി കഴിക്കണം രോഗം മാറണമെങ്കിൽ. പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചറിന് ഏതെങ്കിലും തരത്തിലുള്ള പെയിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എല്ലാ രോഗത്തിനും ഫിസിയോതെറാപ്പി ചെയ്യണം എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ചില കാര്യങ്ങൾക്ക് ഇപ്പൊ നമ്മളുടെ ബോഡി പെയിനുകള്, മസിൽ പെയിനുകള്, അങ്ങനെ ബാക്ക് ബോൺ പെയിനുകൾ, അങ്ങനെയൊക്കെ നടുവേദന അങ്ങനെയൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോടൊപ്പം ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഫിസിയോതെറാപ്പി. അത് ഹീലിംഗ് ഓഫ് ഡിസീസസ് ഭാഗം തന്നെയാണ്. അതും നമ്മുടെ രോഗത്തെ കുറയ്ക്കാൻ, ഭേദമാക്കാൻ കഴിവുള്ള കാര്യമായതുകൊണ്ടാണ് അതും അതിന്റെ കീഴിൽ വന്നതെന്ന് പറഞ്ഞു. Then dietetics, along with these medicines, നമുക്ക് തരുന്ന ഡോക്ടർമാര് തന്നുവിടുന്ന മരുന്നുകൾ കൂടാതെ
നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മുടെ ഡയറ്റ് പ്ലാനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അവർ പറയുന്നതനുസരിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. എന്നാൽ കൂടി മാത്രമേ നമ്മുടെ രോഗത്തെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ചില അസുഖങ്ങൾക്ക് ചില കാര്യങ്ങൾ, ചില ഫുഡ് അവോയ്ഡ് ചെയ്യാനും, ചില നിങ്ങളുടെ ഫുഡ് ഇതിനകത്ത് കുറച്ച് ആ ഒരു ഡയറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ പറയുന്നുണ്ടാകും. അപ്പൊ അതും കൂടി നമ്മൾ ഫോളോ ചെയ്താലാണ് വി ക്യാൻ ക്യൂർ അവർ ഡിസീസ്. അപ്പൊ ഈ ക്യൂറിംഗ് ഓഫ് ഡിസീസസ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഡിസീസിനെ ക്യൂർ ചെയ്യാൻ പാകമായ രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ആയതുകൊണ്ടാണ് ഇത് കംസ് അണ്ടർ ദ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് നമ്മുടെ സപ്പോർട്ടീവിലെ തന്നെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കണ്ടു. രണ്ടാമത്തേത് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ജനറലിനകത്ത് വന്ന എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണെന്ന് ജസ്റ്റ് നമ്മൾ ഓടിച്ചു പറഞ്ഞു. അതിലെ ഒന്നാമത്തെയും പറഞ്ഞു കഴിഞ്ഞു. CSSD, housekeeping, kitchen, laundry, security, maintenance and mortuary. ഇതാണ് നമ്മളുടെ ജനറൽ വിഭാഗത്തിൽ വരിക. എന്താണ് ജനറൽ വിഭാഗം? അതായത് ഇതിന് നേരിട്ട് നമ്മുടെ രോഗത്തെ ഹീൽ ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡയറക്ട്ലി ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ്, ബട്ട് ഇൻ ഓർഡർ ടു സപ്പോർട്ട് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ, നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ, ഹോസ്പിറ്റൽസിന്റെ മൊത്തത്തിലുള്ള ഓവറോൾ എന്താ പറയാ ഒരു കാര്യത്തിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതും കൂടിയൊക്കെ ഒരു ഹോസ്പിറ്റൽസിൽ വേണം താനും. ഇതേ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഇത് അവോയ്ഡ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് ഒത്തിരി മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ് എല്ലായിടത്തും ഉള്ളത്. നമുക്ക് ഹോസ്പിറ്റലിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റലിലൊക്കെ കയറിയാലേ ഹോസ്പിറ്റലിന്റെ ഒരു ഫീലിംഗ് ഒന്നും കിട്ടില്ല. ഒരു എന്തോ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറുന്ന ഒരു ഫീലിംഗ് ആണ്. ബിക്കോസ് എവറിത്തിങ് ഈസ് അവൈലബിൾ ദർ. അവിടെ തന്നെ എല്ലാം നമുക്ക് എന്താണ് പറ്റുന്ന രീതിയിൽ, നമുക്ക് വേറെ ഒരു കാര്യത്തിന് ഹോസ്പിറ്റലിന്റെ ബൗണ്ടറി വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരാത്ത ഒരു ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റലിൽ പോയാലും അതിനകത്തുനിന്ന് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ഡയറക്ട്ലി നമ്മുടെ ഹീലിംഗ് ഓഫ് ഡിസീസുമായിട്ട് ബന്ധമില്ല എങ്കിൽ കൂടി ഹോസ്പിറ്റലിന്റെ ഗ്രോത്തിന്, സക്സസിന്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അവരുടെ ആ ഒരു സക്സസ് ഉണ്ടാക്കാനായിട്ട് ഇത്തരം ചില സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് കൂടിയേ തീരും, വിച്ച് ഈസ് കമ്മിങ് അണ്ടർ ജനറൽ. അത് കോമൺ ആയിട്ട് വരുന്ന ഭാഗത്താണ്. അതിലൊന്നാണ് CSSD. എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞു, സ്റ്റെറിലൈസിംഗ് പ്രൊസീജിയേഴ്സ്. അതായത് ഓരോ ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എക്യുപ്മെന്റുകളുണ്ട്. അവരുടെ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ചില എക്യുപ്മെന്റുകളൊക്കെ പരിശോധനയുടെ ഭാഗമായിട്ട് ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, ചില കുഞ്ഞു എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കും. സർജറി പ്രൊസീജിയേഴ്സിൽ കത്രിക അങ്ങനെയുള്ള സാധനസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. പിന്നെ എന്താ പറയാ നമ്മുടെ ലാബില് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. ഈ എക്യുപ്മെന്റുകളൊക്കെ ഫ്രം ടൈം ടു ടൈം ഓരോ പ്രൊസീജിയേഴ്സ് കഴിയുമ്പോഴും ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ് ഓർ സ്റ്റെറിലൈസ്ഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡിസിൻഫെക്റ്റന്റ് ആക്കണം, അണുവിമുക്തമാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ നെക്സ്റ്റ് ഒരു പേഷ്യൻസിന് അത് ഉപയോഗിക്കാൻ. അതർവൈസ് അല്ലെങ്കിൽ എന്ത് പറ്റും, പലതരത്തിലുള്ള ഒരു ആൾക്കില്ലാത്ത രോഗത്തെ നമ്മൾ മറ്റൊരാളിൽ നിന്നും ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയായി പോകും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയായി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ CSSD, which is expanded as സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. ഓരോ ഹോസ്പിറ്റൽസിലും അവരുടേതായ രീതിയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുക. അതിന് എല്ലാ ഹോസ്പിറ്റൽസിലും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. പ്ലീസ്. ഹലോ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഒന്നും കൂടെ പറയാവോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അത്തരം എല്ലാവരും മ്യൂട്ട് ചെയ്യാം. വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്ന് ആരാ പറയണേ? ഇല്ല എന്നാണ്. ക്ലിയർ ആണ്. ദാറ്റ് മീൻസ് നമ്മളുടേത് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടാ. ഓക്കെ, CSSD എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റൽസിലെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കും. മറ്റു രീതിയിലുള്ള ഡ്രസ്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, തുന്നിക്കെട്ട്, അങ്ങനെയൊക്കെയുള്ള സ്റ്റിച്ചിങ്സ് ഒക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എക്യുപ്മെന്റുകളുണ്ട്. ഇത് ഫ്രം ടൈം ടു ടൈം ഇതൊക്കെ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക്. അത് ഉപയോഗിച്ച് ഒരാളിലും കീറിമുറുക്കലൊക്കെ കഴിഞ്ഞു, അവിടെ എടുത്ത് അരികത്ത് വെച്ചോ, അടുത്ത പേഷ്യന്റ് ഇപ്പൊ തന്നെ വരും, എന്നിട്ട് അവരെ കൂടി ചെയ്തിട്ട് എടുത്ത് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ കൊടുത്താൽ മതി എന്നല്ല.
ഒരു പേഷ്യന്റ് ഏതെങ്കിലും ഒരു പ്രത്യേക രോഗവുമായി വരുന്ന പേഷ്യൻസിനെ ഏതെങ്കിലും ഇതുപോലുള്ള ഒരു എക്സാമ്പിൾ എന്താ പറയണേ, ഒരു സർജറി കഴിഞ്ഞു, ആ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ അവിടെ മൂലയ്ക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത പേഷ്യന്റ് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മിനിറ്റിലോ എപ്പോഴെങ്കിലും വരും. അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് അങ്ങനെയല്ല, ഈ പേഷ്യന്റിനെ ഉപയോഗിച്ചത് അത് അവിടെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ CSFT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവരാണ് അത് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത്, അതിന് പ്രൊസീജിയർ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഓവനാണ് അത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഓവനിൽ അവരെന്ത് ചെയ്യുന്നു, ഒരു ട്രെയിൽ പ്രത്യേകം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത എന്താ പറയാ ട്രെയിൽ, അതിന് സ്പെഷ്യലി അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രേസിൽ അത് കറക്റ്റ് ആയിട്ട് സോർട്ട് ചെയ്ത് സിസേഴ്സ് ഒരെണ്ണത്തില് മറ്റ് കുഞ്ഞു കുഞ്ഞു എക്യുപ്മെന്റുകളൊക്കെ അങ്ങനെ അത് അവരുടേതായ രീതിയിൽ അതൊക്കെ അങ്ങനെ അത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കുക. നമ്മളത് ചെയ്യാനൊന്നും പോകുന്നില്ല, നമ്മൾ CSSDയിൽ പോയി പ്രവർത്തിക്കൊന്നുമല്ല. ഇതാണ് ചെയ്യുന്നത്, അവിടെ നടക്കുന്നത് ഇതാണ്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാകും. അങ്ങനെയാണ് നടക്കുന്നത്. എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടിട്ട് എവിടെയെങ്കിലും നമ്മൾ വീട്ടിലെ കിച്ചണിലെ പാത്രം കഴുകുന്നത് പോലെയല്ലാന്ന് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? നമ്മളുടെ വീട്ടില് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താ ചെയ്യുക, അതൊക്കെ കൂടി കൊണ്ടുവന്ന് സിങ്കിലിട്ടിട്ട് പാത്രങ്ങൾ കഴിയും അല്ലെ. തരംതിരിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ, ഇല്ല. നമ്മൾ അവിടെയൊക്കെ എല്ലാ ഡിഷസും അവിടെ കൊണ്ടുവന്നിട്ട് അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത് മാറ്റി വെക്കും അല്ലെ, അടുത്ത സമയത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈച്ച് ആൻഡ് എവറി എക്യുപ്മെന്റ്സ് അത് ഇവര് സോർട്ട് ചെയ്ത് ഓരോ ട്രേസിലാക്കിയിട്ട് ഈ ഓവനിലേക്ക് വെച്ചു കൊടുക്കും. അത് അതിന്റെ സ്റ്റെറിലൈസിങ് പ്രൊസീജിയർ നടക്കാനായിട്ട് ഇത്ര സമയം എടുക്കും. അത് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒരു എക്സിറ്റിലൂടെ നമുക്ക് അതിനെ റിസീവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ക്ലിയർ ആയിട്ട് ഒന്ന് കാണാട്ടോ. എന്താണ് CSSD? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇന്നലെ നമ്മൾ ഇതിന്റെ ഫുൾ ഫോം എഴുതിയില്ലേ? ഇല്ല, ഇന്നലെ ഈ ജനറലിന്റെ ഒന്നും എടുത്തിട്ടില്ല മാം. ജനറലിൽ നിന്ന് ഇപ്പൊ നമ്മൾ തുടങ്ങണുള്ളൂ. ഓക്കെ, ജനറലിൽ നിന്ന് ഇപ്പൊ തുടങ്ങാണ്. അപ്പൊ CSSD എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ CSSDയിലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടക്കുന്നത്. അതായത് എക്യുപ്മെന്റുകൾ സർജറി നടത്തുന്നതുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊസീജിയേഴ്സ് പല രീതിയിലുള്ള സ്റ്റിച്ചിങ്, അതുപോലെ ഡ്രസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലാബിൽ ഉപയോഗിക്കുന്ന ചില ടെസ്റ്റ് ട്യൂബുകളും മറ്റു കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഇപ്പൊ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ യൂറിനൊക്കെ കൊടുക്കും, ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ എടുത്ത് കൊടുക്കും. അത് ഒരു പേഷ്യന്റിന്റെ അടുത്ത് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. അല്ലെ, അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചു ഇവര് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്. പക്ഷെ അത് എന്നിട്ട് അത് കഴുകാതെയോ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാതെയോ വേറൊരു പേഷ്യന്റിന്റെ അടുത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിനകത്ത് തന്നെ ഒഴിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അതിന് മുമ്പ് ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ്. ഇതൊക്കെ അവരത് സ്റ്റെറിലൈസിങ് പ്രൊസീജിയർ ചെയ്യുന്ന ആൾക്കാർ അവരുടേതായ രീതിയിൽ ആ ഡ്യൂട്ടി നിർവഹിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എക്യുപ്മെന്റുകളും അല്ലാണ്ട് അവിടെയുള്ള അവരുപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളല്ല. അങ്ങനെ വേറെ വരുന്നുണ്ട്, അടുത്തയിൽ വരുന്നുണ്ട്. CSSD എന്ന് പറയുന്നത് സർജിക്കൽ എക്യുപ്മെന്റ്സും പ്രൊസീജിയേഴ്സിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സും ലാബിലെ ചില എക്യുപ്മെന്റുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ CSSD എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ എന്ന് പറയുന്ന സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാമത്തെ വിഭാഗമായ ജനറലില് വരുന്ന ആദ്യത്തേതാണ് നമ്മൾ പറഞ്ഞ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSD എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കി വെക്കുക. കൂടുതൽ വിശാലമായ എക്സ്പ്ലനേഷൻ തരുന്ന ഒരൊറ്റ ചാപ്റ്റർ അങ്ങനെ തന്നെയുണ്ട്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടി ഇന്നതാണ് അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നതാണ് അവരുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇത്രയും വിശദമായി പറഞ്ഞുള്ളൂ. ഓക്കെ, സെക്കൻഡ് വൺ വിച്ച് കംസ് അണ്ടർ ജനറൽ. ജനറലിൽ വരുന്ന അടുത്ത വിഭാഗമാണ്, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. എന്താണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി? എന്തായിരിക്കും? ആ ഹോസ്പിറ്റൽ പ്രെമിസസ്, ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഒക്കെ എന്താണ് പറയാ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ഹോസ്പിറ്റലിൽ വരുന്നവരാരാ? പേഷ്യൻസ് ആണ്. അവിടെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് നീറ്റ് ആൻഡ് ക്ലീൻ, ഹൈജീനിക് അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിന് വരുന്ന എന്ത് രോഗവുമായിട്ടാണോ അതിനേക്കാൾ കൂടുതൽ രോഗവുമായിട്ട് ഹോസ്പിറ്റലിൽ വിട്ട് പോകേണ്ട അവസ്ഥ വരും. സോ ഈച്ച് ആൻഡ് എവറിത്തിങ്, ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യം, ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ, അവരത് ചെയ്യണമെന്നല്ല, അവരത് ചെയ്യിപ്പിക്കലാണ്. അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ. എവിടെ
എവിടെയാണ് ക്ലെൻലിനെസ് കുറവ്, വൃത്തിയില്ലാതെ കിടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു പേഷ്യന്റ് വരികയാണ്, ഹോസ്പിറ്റൽസിലെ സറൗണ്ടിങ്സ് ഒക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണാം. ചില ആളുകൾ ഇപ്പൊ ഒത്തിരി പുതിയ ടെക്നോളജി പ്രകാരം ക്ലീൻ ചെയ്യാനുള്ള വാക്വം ക്ലീനേഴ്സും ഒക്കെ ഭയങ്കര മോഡിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അല്ലെ. ഭയങ്കര എന്താ പറയാ സൂപ്പർസോണിക് ആയിട്ട് ഫാസ്റ്റ് ആയിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒത്തിരി ടെക്നോളജീസ് വന്നിട്ടുണ്ട്. ഏത് വിധേനയും ഏത് ടെക്നോളജിയോ അല്ലെങ്കിൽ മാൻ പവർ കൊണ്ടോ മാനുവൽ ആയിട്ടോ ചെയ്യുന്ന ഏത് രീതിയിലായാലും എന്താണ് ഹോസ്പിറ്റൽ പ്രെമിസസ്, ഹോസ്പിറ്റൽ ഇൻസൈഡ്, അതിന്റെ എന്താ പറയാ പാസേജ്, നടക്കുന്ന വഴി, ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഇൻപേഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ, കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ ബെഡൊക്കെ പ്രോപ്പർ ആക്കുന്ന രീതിയിൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു വിഭാഗം, ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, അവരെയാണ് നമ്മൾ ഹൗസ് കീപ്പിംഗ്. ടു മാനേജ് ദ ഹോസ്പിറ്റൽ നീറ്റ് ആൻഡ് ക്ലീൻ. ഹോസ്പിറ്റലിന്റെ പരിസരങ്ങളൊക്കെ അകത്തൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ആ ഒരു വിഭാഗമാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ജനറലിൽ വരുന്ന തേർഡ് വണ്ണാണ് എന്താണ് എന്ന് മാത്രം, ക്ലീനിങ്. ഒറ്റ വേർഡിൽ ഓർത്താലും മതി. എന്താണ് CSSD, സ്റ്റെറിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഹൗസ് കീപ്പിംഗ്, മാനേജിങ് ദ ക്ലെൻലിനെസ്, നീറ്റ്നെസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതിന്റെ ക്ലെൻലിനെസ് നീറ്റ്നെസ് ഒക്കെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. കിച്ചൺ ആണ് തേർഡ് വൺ. എന്താണ്? കിച്ചൺ ഈസ് ദ തേർഡ് ക്ലാസിഫിക്കേഷൻ ഇൻ ജനറൽ അണ്ടർ ദ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സപ്പോർട്ടിംഗിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ വരുന്ന ജനറൽ മൂന്നാമത്തേതാണ് കിച്ചൺ എന്ന് പറയുന്നത്. പ്ലീസ് മ്യൂട്ട് ചെയ്യാമോ? സ്വാതി മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്നത് വെറുതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വാതി, ഓക്കെ, വെരി ഗുഡ്. ഇടയ്ക്ക് വെച്ചാൽ മ്യൂട്ട് ചെയ്യില്ലേ പ്ലീസ്, അതാണ് റിക്വസ്റ്റ് ആണ്. അപ്പൊ എന്താണ് അടുത്തത്? കിച്ചൺ ആണ്. കിച്ചൺ ഓർ ക്യാൻറ്റീൻ അല്ലെ, ഇൻ വിച്ച് the food is supplied to the patients, visitors, അവിടെയുള്ള സ്റ്റാഫ്സ് എല്ലാവർക്കും അല്ലെ. അതായത് നമുക്ക് വേണ്ടവർക്ക് പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാനുള്ള സ്ഥലമാണ് കിച്ചൺ. അപ്പൊ ഈ കിച്ചൺ എങ്ങനെ? it also should be preparing their food should be in hygienic atmosphere. അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വളരെ ഹൈജീനിക് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് എൻഷുവർ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് കിച്ചൺ. അതായത് ക്യാൻറ്റീൻ നടത്തുന്നവയല്ല. ഹോസ്പിറ്റൽസിന്റെ അകത്ത് ഇന്ന് പല ഹോസ്പിറ്റൽസിലും പല രീതിയിൽ ഭയങ്കര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ഭയങ്കര വലിയ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൂടാതെ സാധാ ഹോസ്പിറ്റൽസിലാണെങ്കിലും അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന കിച്ചൺസ്, ക്യാൻറ്റീൻസ് ഇന്ന് മിക്ക ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ നിന്ന് ഫുഡ് വാങ്ങി കൊണ്ടുപോകുന്നവര് ഹോസ്പിറ്റൽ ബൗണ്ടറിയുടെ പുറത്തുള്ളവരല്ല. ചിലപ്പോഴൊക്കെ വരും, അടുത്ത് വരെ ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻറ്റീനിലെ ഫുഡ് ആകുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കുറവാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ വരുമായിരിക്കാം. അതല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പേഷ്യൻസ് ആയിരിക്കാം. പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ വന്ന് അവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫ്സ് തന്നെയും ചിലപ്പോഴൊക്കെ ഈ ക്യാൻറ്റീനിനെ അല്ലെങ്കിൽ കിച്ചണിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ഫോർ ദയർ ഫുഡ്, അവരുടെ ഫുഡിന് വേണ്ടി. സോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് എങ്ങനെയുള്ളതായിരിക്കണം? അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന ഫുഡ്, നൽകപ്പെടുന്ന ഫുഡ് അവിടെ എന്താ പറയാ ഹൈജീനിക് ആയിട്ടാണ്. ആ സറൗണ്ടിങ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം. അവിടെ എങ്ങനെയാണ് ഫുഡ്. ഒത്തിരി പഴയ ഫുഡുകളൊക്കെ എടുത്തിട്ട് വീണ്ടും പുതിയതിനെ ആ പഴയതിന്റെ പുതിയ രൂപത്തിൽ കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. പല ഹോട്ടൽസ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ വാർത്തയിലൊക്കെ? പഴകിയ ആഹാരം പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒത്തിരി ഹോട്ടൽസിന്റെ ഒക്കെ പേരുകളൊക്കെ നമ്മൾ ദിനംപ്രതി പേപ്പേഴ്സിലും ആയിരിക്കും, പല മീഡിയാസിലൂടെ നമുക്ക് വാട്സപ്പിലൊക്കെ നമുക്ക് ഒരു വീഡിയോ പോലെയൊക്കെ ഇട്ട് തരും. അവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വഴിക്ക് പോകാൻ തോന്നില്ല. കാരണം ആ ഒരു സറൗണ്ടിങ്സ് അങ്ങനെ പാടെ എടുത്തിട്ടായിരിക്കും വീഡിയോ ആയിട്ടൊക്കെ അവര് നമുക്ക് സെൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് പുറത്ത് കഴിക്കാൻ തോന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാ. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലാകുമ്പോ സ്പെഷ്യൽ കെയർ കൊടുക്കണം. കാരണം അവിടെ വന്നു പോകുന്നത് നമ്മൾക്ക് ഡിസീസുമായിട്ട് രോഗികളാണ്. രോഗികൾക്ക് രോഗം വീണ്ടും മൂർച്ഛിക്കാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകൾ, അതിനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഹൈജീനിക് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ചിലപ്പോഴൊക്കെ ചില ഡോക്ടേഴ്സ് അത് ഡയറ്റ് പ്ലാൻസ് ചില എന്താ പറയാ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യും. ഡയറ്റ് പ്ലാൻ ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവർക്ക്, കിടന്ന് ചികിത്സിക്കുന്നവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് അത് നിങ്ങളുടെ ക്യാൻറ്റീനിൽ നിന്ന് പോയിട്ട് ഇന്ന ഫുഡ് കൊടുക്കൂ. നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മളുടെ മുറിയുടെ വാതിക്ക് വന്നിട്ട് ചോദിക്കും, ഇന്നത്തെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക്
ഇൻ പേഷ്യൻസിന് ഇന്ന് നിങ്ങളുടെ മെനു ഇതാണ് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക എന്താ വേണ്ടത് എന്നൊക്കെ. ഇന്ന് അങ്ങനെയുമുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഇന്ന് ഭയങ്കര ഡെവലപ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അങ്ങനെയുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അവിടെയാണ് പ്രത്യേകത. കൊണ്ടുവന്ന് തരുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് അവിടെ ഉണ്ടാക്കുന്ന സ്ഥലം ഹൈജീനിക് ആണോ എന്നൊക്കെ നോക്കി കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെന്റ്, അതാണ് കിച്ചൺ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഷുഡ് ബി അവൈലബിൾ ഇൻ ദ ഹോസ്പിറ്റൽ. അതും നമുക്ക് അത്യാവശ്യം തന്നെയാണ്. മനുഷ്യന്മാരവിടെ കിടക്കുമ്പോൾ വിശന്ന് ഇനി ചാവണ്ടല്ലോ, ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് വേണ്ടേ, നമുക്ക് പോയിട്ട് വാങ്ങിക്കാം, അവിടുത്തെ ചുറ്റുപാടൊക്കെ നോക്കി. അപ്പൊ അതൊക്കെ വൃത്തിയാക്കി ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, അതിനാണെന്ന് മനസ്സിലായല്ലോ. കിച്ചൺ ഡിപ്പാർട്ട്മെന്റ്. Then the next one which comes under general വരുന്ന അടുത്തതാണ് ഏത് ഡിപ്പാർട്ട്മെന്റ്? നമ്മുടെ ലോണ്ടറി. എന്താ ലോണ്ടറി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ലോണ്ടറി സർവീസസിൽ കൊടുത്തേക്കാണൊക്കെ തുണികളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന സ്ഥലത്തെ നമ്മൾ ലോണ്ടറി എന്ന് വിളിക്കും. ഇൻ ഹോസ്പിറ്റൽസ് there is a department for this. ഇതിനു വേണ്ടിയിട്ട് ആരുടെ പുറത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ തുണി വാങ്ങിച്ചുകൊണ്ടെന്ന് അലക്കുന്ന സ്ഥലമാണോ? അല്ല. ഹോസ്പിറ്റൽസില് ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ്, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബെഡ് ഷീറ്റ്സ്, പില്ലോ കവേഴ്സ്, ഇനി ചില പേഷ്യൻസിന് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഡ്രസ്സ് ഉണ്ടാവും അല്ലെ, മോളിൽ പിടി ഇടുന്ന, എന്താ പറയാ, ഇപ്പൊ നമ്മള് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡെലിവറിക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് അവിടെ നിന്ന് തരും അല്ലെ, നമ്മുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ടല്ല പോകുക, നമുക്ക് അവിടെ നിന്ന് ഒരു സാധനം തരും. ചില ഹോസ്പിറ്റൽസിൽ അത് ബ്ലൂ കളർ ആയിരിക്കാം, ചിലർക്ക് ഗ്രീൻ ആയിരിക്കാം, എങ്ങനെയാണോ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും അത്. പിന്നെ എന്താ പറയാ, സ്റ്റാഫുകൾ ഉപയോഗിക്കുന്ന, അതായത് ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസ് അതിനൊക്കെ പോകുമ്പോൾ അവര് മോളിൽ പിടി ഒരു ഇതിടും. അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ ഓക്കെ സാധ്യതകൾ കൂടുതലാണ്. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസിലൊക്കെ വന്ന് വീഴാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് മറ്റ് ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ്, കാരണം ഇതിലൂടെയൊക്കെ രോഗാണുക്കൾ അല്ലെ ഒക്കെ സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ബിഫോർ യൂസിങ് ഫോർ ദ നെക്സ്റ്റ് ടൈം, അടുത്ത സമയം നമ്മൾ അത് ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പ് അതെല്ലാം എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക, വാഷ് ചെയ്യാനായിട്ട് ലോണ്ടറിക്കാരാണ് ഇതൊക്കെ കളക്ട് ചെയ്തോണ്ട് പോകുന്നത്. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കളക്ട് ചെയ്ത, ഇപ്പൊ കാർഡിയോളജി, അവിടെ അതിനകത്ത് ഓപ്പറേഷൻസ് നടക്കും, അത് നടക്കും. അവർ ഉപയോഗിക്കുന്ന ആ കാർഡിയോളജി വിഭാഗത്തില് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ഉപയോഗിച്ച സാധനങ്ങൾ ഉണ്ടാകും, പലതും ഉണ്ടാകും. അപ്പൊ ആ വിഭാഗത്തിൽ നിന്ന് എന്തൊക്കെയാണോ കളക്ട് ചെയ്യുന്നത് അതൊക്കെ കളക്ട് ചെയ്തിട്ട് അതൊക്കെ സോർട്ട് ചെയ്യണം. വെറുതെ എല്ലാം കൂടി വാരിക്കൊണ്ട് ഒറ്റ വാഷിംഗ് മെഷീനിലല്ല ഇടുക. ഇത് സോർട്ട് ചെയ്ത് ആദ്യം തന്നെ ഇങ്ങനെ എന്താ പറയാ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ സൊല്യൂഷൻസിൽ ഇട്ട് വെക്കുകയോ, വാഷിംഗ് പൗഡറിലാണോ ഏതൊക്കെ രീതിയിലാണോ അത് ഇട്ട് വെക്കേണ്ടത് അതനുസരിച്ച്, അത് ഹോസ്പിറ്റലിന്റെ നോംസ് അനുസരിച്ചിട്ടാണ്, അവരുടെ രീതി അനുസരിച്ചിട്ടാണ് അവരത് സ്പെസിഫൈ ചെയ്ത്. അവർക്കൊക്കെ ഓരോ മാനുവൽസ് ഉണ്ട്, ഇതെങ്ങനെയൊക്കെയാ ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിന്. അതൊക്കെ നോക്കി അവരതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സോർട്ട് ചെയ്ത് മുക്കിയൊക്കെ വെക്കും. എന്നിട്ട് അതിൽ നിന്നാണ് എടുത്തിട്ട് ഓരോന്ന് സോർട്ട് ചെയ്തതനുസരിച്ച് ഓരോ ഗ്രൂപ്പിൽപ്പെട്ടത് തരം തിരിച്ചിട്ടുണ്ടാവുമല്ലോ, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ അക്കോർഡൻസിൽ അവരത് ഹലോ, സൗണ്ട് ബ്രേക്ക് ആവണ്ട പിള്ളേരെ. ഹലോ, എന്താ ഇടയ്ക്ക് ആരാണ്ട് സ്പീക്കർ ഓൺ ആക്കുന്നുണ്ട് ടീച്ചർ. ഇടയ്ക്കിടയ്ക്ക് സ്പീക്കർ ആരോ ഓണാക്കണ്ട്. എന്നാ അത് സ്പീക്കർ ഓണാക്കി കളിക്കാം അവരവിടെ ഇരുന്ന്. എനിക്കറിയില്ല ഇത് ഇത്ര പറഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഇടയ്ക്ക് നമ്മളെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലോ അങ്ങോട്ട് ബ്രേക്ക് ആവും. സൗണ്ട് ബ്രേക്ക് ആവുന്നത് മാത്രമല്ല, ആ ഫ്ലോ അങ്ങോട്ട് ബ്രേക്ക് ആവും. പിന്നെ നമ്മള് കൊണ്ടത് വീണ്ടും അവിടെ നിന്ന് കൊണ്ടത് വീണ്ടും നമ്മുടെ പറഞ്ഞു വന്നതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഇടയിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ. എന്തോ ടീച്ചർ വോയിസ് അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓൾമ്യൂട്ട് ചെയ്യണോ? ഓൾമ്യൂട്ട് മ്യൂട്ട് ചെയ്യണം, ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്യണമായിരിക്കും നല്ലത്. അതിപ്പോ ഒരാളുടെ ഒക്കെ എനിക്ക് അത് പറഞ്ഞു കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ കണ്ടു കഴിയുമ്പോഴേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചിലപ്പോ കണ്ടില്ല, പക്ഷെ പെട്ടെന്ന് അവിടെ നിന്ന്
ഇതാക്കിയാലാണ് പ്രശ്നം. ഇത്രയും നേരം ക്ലാസ്സുകൾ ബ്രേക്ക് ആയിരുന്നോ? ആളും അൺമ്യൂട്ട് ചെയ്യുന്നത് ഒഴികെ ഇല്ല ഇല്ല, ഒരു പ്രശ്നമില്ലാന്ന് സാറേ. ഇത് ഫുള്ളായിട്ട് മാഡം ക്ലിയർ ആയിരുന്നു ക്ലാസ്. നല്ല ക്ലാസ് ആണ്, ക്ലിയർ ആയിരുന്നു. ആണോ? വെരി ഗുഡ്. അപ്പൊ ഇടയ്ക്ക് അൺമ്യൂട്ട് ആക്കുമ്പോ മാത്രമാണ് പ്രശ്നം. ഒരാൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് എല്ലാവരെയും ഓൺ മ്യൂട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് നമുക്ക് സ്വന്തം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാലോ. പിന്നെ ഞാൻ എന്തിനാ എല്ലാവരെയും കൂടി കൺട്രോൾ ചെയ്യുന്ന? അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിവിടെ എന്ത് ചെയ്യണ, അത് ഓൺ ആക്കേണ്ട ആവശ്യമുള്ളൂ. അതൊരു റെയർ കേസ് മാത്രമാണ്. പക്ഷെ ഓൺ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ക്ലിയർ ആകാത്തതുള്ളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്താൽ യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. ഇടയ്ക്ക് ആരൊക്കെയോ ചില കാര്യങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല വാട്ട് ഈസ് ദ റീസൺ എന്ന് മനസ്സിലാകുന്നില്ല. ഇനി ഇതൊക്കെ കേൾക്കാത്ത ആൾക്കാരാണോ എന്നൊക്കെ അറിയില്ല. വെറുതെ കയറിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ മനഃപൂർവ്വമാണോന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ ചിലപ്പോ അങ്ങനെ പറയേണ്ടി വരും. ഓക്കെ, പ്ലീസ് ഒന്ന് റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇടയിലൊന്ന് അൺമ്യൂട്ട് ചെയ്യാതിരിക്കൂ. ലാസ്റ്റ് നിങ്ങൾക്ക് ഞാനൊരു സമയം തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ക്ലാസ് ക്ലിയർ ആയോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറഞ്ഞോ നിങ്ങൾക്ക് അതിനുള്ള ടൈം ആണത്. ഓക്കെ, ദെൻ അപ്പൊ എന്താണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം പറഞ്ഞു. ലോണ്ടറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നേ. ഓക്കെ, അപ്പൊ ലോണ്ടറിയിൽ ഇത്തരം കാര്യങ്ങളാണ് നടക്കുക. അപ്പൊ അവിടെയുള്ള പേഷ്യൻസിന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ലിനൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ലിനൻ അവിടെ ഉപയോഗിക്കുന്ന അവിടുത്തെ തുണിത്തരങ്ങളൊക്കെ, ലിനൻസ്, അത് ക്ലോത്ത്സ് എല്ലാം തന്നെ അത് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന അവരുടെ കോട്ട്സോ അല്ലെങ്കിൽ സർജറി പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കുന്ന ഡ്രസ്സോ എല്ലാം, പില്ലോ കവേഴ്സ് എല്ലാം ഇതുപോലെ എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് സോർട്ട് ചെയ്ത് കൂടുതൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിനെ അത്തരം കെയർ കൊടുത്ത് ഡിസ്ഇൻഫെക്റ്റഡ് ആകാനുള്ള സൊല്യൂഷൻസിലൊക്കെ കീപ്പ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ചിലതൊക്കെ അയേൺ ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ അയേൺ ചെയ്ത് ചിലതൊക്കെ മെൻഡ് ചെയ്യേണ്ടി വരും, എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ കീറിയിട്ടൊക്കെ ഉണ്ടാവുമേ. ചിലപ്പോഴൊക്കെ കഴുകുന്ന കുറെ പ്രാവശ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ടിന്യൂസ് യൂസേജ് ആണ്. ഒരു പ്രാവശ്യം ഒരു പേഷ്യൻസിന് സർജറിക്ക് വേണ്ടി കൊണ്ടുപോയി അത് ഉപയോഗിച്ചു, അതിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് വീണു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലഡ് തെറിച്ചു, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് കൊണ്ടുപോയി മാറ്റി കഴിയും. അപ്പൊ ഇത് കണ്ടിന്യൂസ് എപ്പോഴെപ്പോഴും ഇങ്ങനെ വാഷ് ചെയ്യുവേ. അപ്പൊ അതിന് എന്താ പറയാ, കീറലും തുന്നൽ വിടലും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇറ്റ് ഷുഡ് ബി റിപ്പയർഡ്. അതിനൊക്കെ മെൻഡ് ചെയ്ത് തുന്നാൻ പറ്റുന്നതാണെങ്കിൽ തുന്നിയൊക്കെ അറിയാത്ത രീതിയിലൊക്കെ തുന്നിയൊക്കെ എടുത്ത് അത് കീപ്പ് ചെയ്യുക, സോർട്ട് ചെയ്ത് അതൊക്കെ തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ്സ് ക്ലീൻസ്, washes, irons and mends and also distributed to the respective departments the linens which are collected from them. എവിടെ നിന്നൊക്കെയാണോ ഈ ലിനനുകളൊക്കെ കളക്ട് ചെയ്തത് അവിടേക്കൊക്കെ തിരിച്ചേൽപ്പിക്കുക. അതിനു മുമ്പ് ഇതെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് മെൻഡ് ചെയ്ത് അയൺ ചെയ്ത് അതാത് സ്ഥലത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അവിടെ വെക്കുക. അതായത് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. അതും ഹോസ്പിറ്റലിന്റെ നോംസ് അനുസരിച്ച് എന്താണോ അങ്ങോട്ട് എത്തിക്കേണ്ടതാണെങ്കിൽ അങ്ങോട്ട് എത്തിക്കാം, എവിടെ എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എത്തിക്കാം. അല്ലെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ വന്നത് കളക്ട് ചെയ്തുകൊണ്ട് പോകും, ആസ് ദ കേസ് മേ ബി. ഓക്കെ, അപ്പൊ അതാണ് എന്താണ് നമ്മുടെ ലോണ്ടറി. CSSD ഹൗസ് കീപ്പിംഗ്. CSSD പറയുമ്പോൾ എക്യുപ്മെന്റുകൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഹൗസ് കീപ്പിംഗ് മാനേജ്മെന്റ് ഓഫ് ക്ലീനിങ്, നീറ്റ്നെസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഹോസ്പിറ്റലിന് മൊത്തത്തിലുള്ള ക്ലീൻലിനെസ് ആണ്. കിച്ചൺ, ദ സപ്ലൈ ഓഫ് ഫുഡ് എല്ലാം ഷുഡ് ബി മാനേജ്ഡ്. whether the food provided is in hygienic conditions, situations prepare ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തേണ്ട ആളുകളാണ്. കിച്ചൺ. ലോണ്ടറി എന്ന് പറയുന്നത് വാഷിംഗ്, ക്ലീനിങ്, മെൻറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ വാഷ്ഡ് ക്ലീൻഡ് ലിനൻ ടു ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അവിടെയൊക്കെ അത് തിരിച്ചു കൊണ്ടുപോയി എത്തിക്കുന്നത്. And the next one is security. Security എന്തിനാ? ഹോസ്പിറ്റൽസിലും സെക്യൂരിറ്റി നമ്മൾ സാധാരണ സെക്യൂരിറ്റിയിലെ കണ്ടിട്ടുണ്ട് അല്ലെ. ഹോസ്പിറ്റൽസിന്റെ മെയിൻ ഡോറിൽ ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും. ആസ് എ ഹോൾ ഹോസ്പിറ്റലിനകത്തേക്ക് കയറുന്നവരെയും പോകുന്നവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. ഇപ്പൊ വാഹനങ്ങളായിട്ട് എന്താ പറയാ, മോട്ടോർ ബൈക്സ് ആയിട്ട് വരുന്നവരുണ്ടാകും, 4 വീലേഴ്സ് ആയിട്ട് വരുന്നവരുണ്ടാകും, ഓട്ടോയിൽ വരുന്നവരുണ്ടാകും. അപ്പൊ അതൊക്കെ ഏത് ഡിറക്ഷൻസിലേക്ക് മാറ്റണം, അവിടെ യാതൊരു രീതിയിലും പേഷ്യൻസിന് തടസ്സമില്ലാതെയും മറ്റാളുകൾക്ക് വരുന്നതിനും പോകുന്നതിനും യാതൊരു തരത്തിലുള്ള ഒബ്സ്റ്റാക്കിൾസും വരാതെയും ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരു കൺട്രോളിംഗ് ആണ് വരുന്നവരും പോകുന്നവരൊക്കെ നെയ്യും. അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് ചിലപ്പോൾ ഒത്തിരി മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഓരോ ഫ്ലോറിലും ചിലപ്പോൾ സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. ആ ഫ്ലോറിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം എന്ന് വെച്ചാൽ ഫ്ലോറിൽ
അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ആളുകൾ ചില സ്ഥലങ്ങളിലൊക്കെ തിങ്ങിക്കൂടി നിൽക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ഒക്കെ ചെയ്യാൻ അതൊക്കെ നമ്മൾ സാധാരണ ഹോസ്പിറ്റൽസിൽ കണ്ടേക്കുന്നത്. അപ്പൊ സെക്യൂർ ആക്കാൻ വേണ്ടി പല കാര്യങ്ങളും സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റാണ് സെക്യൂരിറ്റി. അപ്പൊ അതൊക്കെ ഉണ്ടോ, കറക്റ്റ് ആയിട്ട് അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, അവരൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. അപ്പൊ അവരൊക്കെ കറക്റ്റ് ആയിട്ട് അവരവരുടെ ജോലികൾ ചെയ്യണമല്ലോ. അതിനുവേണ്ടി നെക്സ്റ്റ് വൺ മെയിൻ്റനൻസ് ആണ് അടുത്തത്. ജനറലിൽ വരുന്ന ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ ഹോസ്പിറ്റൽസിലും വേണ്ട വിഭാഗങ്ങളാണ്. CSSD വേണം, ഹൗസ് കീപ്പിംഗ് വേണം, ലോണ്ടറി വേണം, കിച്ചൺ വേണം, അടുത്തത് എന്താ സെക്യൂരിറ്റി വേണം, പിന്നെ മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മെഷീൻസ്, എക്യുപ്മെന്റുകൾ, ഇലക്ട്രോണിക് ആയിക്കോട്ടെ, പ്ലംബിംഗ് പരമായിട്ടുള്ളതായിക്കോട്ടെ, ഇങ്ങനത്തെ ഒത്തിരി മെഷീൻസ് ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാകും. ഇത് മേ ഗെറ്റ് ബ്രേക്ക് ഡൗൺസ്. ഇതിനൊക്കെ എന്തുണ്ടാകും, ചിലപ്പോഴൊക്കെ ബ്രേക്ക് ഡൗൺ വരുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, പെട്ടെന്ന് അത് റിപ്പയർ ചെയ്യണം. സോ റിപ്പയർ ചെയ്യുന്ന ആളെ അയ്യോ അത് ബ്രേക്ക് ഡൗൺ ആയി 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, റിപ്പയർ ചെയ്യാനുള്ള ആള് നടക്കുവോ? പറ്റില്ല. ഇപ്പൊ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ മുറിയിൽ എല്ലാ സൗകര്യവും ഉണ്ട്, സൗകര്യങ്ങൾ നോക്കുമ്പോണ്ട്, പക്ഷെ പൈപ്പ് തിരിച്ചു നോക്കി വെള്ളമില്ല, അതിന് കംപ്ലൈന്റ് ആണ്. അല്ലെങ്കിൽ AC ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മുറി തന്നെ, ഓക്കെ AC ഉണ്ട് പക്ഷെ വർക്കിംഗ് അല്ല. അങ്ങനെ പലതും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ മെഷീൻസും അതുപോലെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളായാലും ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിപ്പയർമെന്റ് ആവശ്യം വരും. ഓക്കെ, നമ്മുടെ വീടുകളിൽ നമ്മൾ ഇത്തരം ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ പലതും ഉപയോഗിക്കുന്നവരല്ലേ. ഇടയ്ക്ക് ഇത് റിപ്പയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ അത് പൊക്കി കൊണ്ടുപോകും, അല്ലെങ്കിൽ പൊക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ നമ്മൾ ആളുകളെ നമ്മുടെ അടുത്ത് വരും. നമ്മളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ബിക്കോസ് നമുക്ക് നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് തരാനുള്ള ആളുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഇൻഡിവിജ്വൽസ് അല്ലേ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അതേസമയം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിപ്പാർട്ട്മെന്റ്, അതൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അത് ഒത്തിരി വലിയ സംരംഭമാണ്. അവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ ആകാൻ പാടില്ല. ബ്രേക്ക് ഡൗൺ ആയാൽ അത് മറ്റ് പല കാര്യങ്ങൾക്കും തടസ്സമാകും. അതായത് സ്മൂത്ത് ഫംഗ്ഷനിങ് കാര്യമായി രീതിയിൽ നടക്കില്ല. അപ്പൊ ഇതൊക്കെ നടക്കണമെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇതിനൊക്കെ ഉപരിയായിട്ട് തലപ്പത്തായിട്ട് നമ്മൾ വരാൻ പോണേ. ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അറിയണം. ഇവിടെയൊക്കെ നമുക്ക് കയറി ഇറങ്ങേണ്ടി വരും ചിലപ്പോഴൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ആളുകളുടെ നമ്പറുകൾ അവൈലബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ്റനൻസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. മെയിൻ്റനൻസ് ഇപ്പൊ എന്തെങ്കിലും ഒരു വെള്ളം വരുന്ന ഭാഗത്ത് അവിടെ എന്തെങ്കിലും ലീക്കോ അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും അസൗകര്യം, നമ്മൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ആയിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ അറിയിക്കുക. നമ്മളാണ് നമ്മുടെ വീട്ടിൽ വരുന്ന പണിക്കാരനെയാണ് വിളിക്കുക, അല്ല നമ്മൾ ഹോസ്പിറ്റൽ അധികൃതരെ ആയിരിക്കും, അവിടുത്തെ അതോറിറ്റീസിനെ അറിയിക്കും. ആൻഡ് ദേ വിൽ കം. അവർ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യുമ്പോൾ അവരത് അവിടെ റിപ്പോർട്ട് ചെയ്യും. സോ മെയിൻ്റനൻസ് വിഭാഗം, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു കണക്ട് വിത്ത് ദിസ്. ഇതിന്റെ റിപ്പയർമെന്റിന് ആവശ്യമായ ആൾക്കാരെ കണക്ട് ചെയ്യേണ്ടത് ഇവരാണ്. അപ്പൊ ഇവരുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള അവൈലബിൾ ആയിട്ടുള്ള നമ്പറും അവരുടെ ഡാറ്റാസും സേവ് ചെയ്ത് വെക്കാം. ഇന്ന് വിളിച്ചു 2 ദിവസം കഴിഞ്ഞ് വരുന്നവരെ അല്ല കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്പർ വെക്കേണ്ടത്. പ്രസന്റ് ആ സമയത്ത് തന്നെ വിതിൻ മിനിറ്റ്സോ മണിക്കൂറുകൾക്കുള്ളിൽ പെട്ടെന്ന് വന്നതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ നമ്പറുകളൊക്കെ വാങ്ങിച്ചു വെച്ച് അതൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന് ഉള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. അതാണ് മെയിൻ്റനൻസ് ഓഫ് എവറിത്തിങ്. എവറി ഇലക്ട്രോണിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിട്ടുള്ള, പ്ലംബിംഗ് രീതിയിലായിട്ടുള്ള എല്ലാ മെയിൻ്റനൻസും അതിലെല്ലാത്തിന്റെയും ഓരോരുത്തരുടെയൊക്കെ നമ്പർ 1, 2, 3 പേരുടെയൊക്കെ നമ്പർ സൂക്ഷിച്ചാൽ അവർ പെട്ടെന്ന് വരാൻ അവൈലബിൾ ആകുന്ന ആ രീതി. ചില ഹോസ്പിറ്റൽസിൽ ഇങ്ങനെയുള്ള ആൾക്കാർ നേരത്തെ തന്നെ ഉണ്ടാവും. അവിടെ തന്നെ വർക്കിംഗ് ആയിരിക്കും. വലിയ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിലെ അവര് അവിടെ തന്നെ ഉണ്ട് എപ്പോഴും. കാരണം ഏതെങ്കിലുമൊക്കെ റൂമിലോ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തോ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ഡെയിലി അവിടെ സാലറീഡ് ആയിട്ട് അങ്ങനത്തെ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും ചിലപ്പോഴൊക്കെ. ഓക്കെ, അപ്പൊ അതാണ്. ദെൻ അടുത്തതാണ് നമ്മളുടെ ജനറൽ ലാസ്റ്റ് വൺ ആണ് മോർച്ചറി. എന്താണ് മോർച്ചറി? Mortuary is the place where dead bodies are kept for temporary days or for a particular time. കുറച്ച് നേരത്തേക്ക് കുറച്ച് ദിവസങ്ങളിലേക്ക് ടെമ്പററി ആയിട്ട് ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന സ്ഥലം ഹോസ്പിറ്റൽസിൽ ഉള്ള ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വെക്കുന്നതാണോ? അല്ല, ചിലപ്പോ ഫോർ ഐഡന്റിഫിക്കേഷൻ പർപ്പസ്. ചിലപ്പോ നമ്മളൊക്കെ ഇങ്ങനെ ഒത്തിരിയൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെയാണല്ലോ, എവിടെ വെച്ചിട്ട് എപ്പോഴൊക്കെയാ നമ്മളൊക്കെ എന്താ പറയാ ഇല്ലാതാവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ നമുക്ക് പരിചയമുള്ളവർക്കെ നമ്മൾ ഇന്ന ആളാണല്ലോ എന്ന് കണ്ട് മനസ്സിലാക്കി നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റുള്ളവരുടെ സഹായം തേടാനൊക്കെ പറ്റുള്ളൂ.
അല്ലാന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കാണ് എവിടെയെങ്കിലും കിടന്നു പെട്ടെന്ന് മരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് അറിയില്ല ഹു ഇസ് ദ പേഴ്സൺ. ആ ചുറ്റുവട്ടത്തുള്ളവർ നോക്കുമ്പോ അയ്യോ നമുക്ക് പരിചയമുള്ള ആളല്ലല്ലോ എന്നൊക്കെ നമ്മള് അവര് പരസ്പരം പറയും. സോ അങ്ങനെയുള്ളവർ അവിടെ വഴികിട്ടിട്ട് നമുക്ക് പരിചയമുള്ള ആളല്ല, നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞു പോകും ആരെങ്കിലും? ഇല്ല. നമുക്ക് പറ്റുന്ന രീതി എന്താണ്? നമ്മൾ അത് ആരെങ്കിലും ഇൻഫോം ചെയ്യും. ആംബുലൻസ് ഒക്കെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽസിലെ ആംബുലൻസിന്റെ നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ വന്നോളും. നമുക്ക് ആരും പരിചയമില്ല, ആ ഭാഗത്തൊന്നും ആർക്കും പരിചയമില്ലെങ്കിൽ അവർ ഒന്ന് കൊണ്ടുപോയി അടുത്തുള്ള ഹോസ്പിറ്റലിലെ നിയറസ്റ്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലായിരിക്കും അത് കീപ്പ് ചെയ്യുക. കാരണം ആള് ഓൾറെഡി മരിച്ചു. ഇനി അടുത്ത പ്രോസസ് എന്താ? അടുത്ത പ്രൊസീജിയർ എന്തായിരിക്കും? ഈ ഇങ്ങനെ ഒരു എന്താ പറയാ ഇയാളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ന്യൂസ് തയ്യാറാക്കി പേപ്പേഴ്സിലും അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ ഇന്ന് ഒത്തിരി സോഷ്യൽ മീഡിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്തേക്കൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും അല്ലെ. ഇന്ന് വേഷം ധരിച്ചിരിക്കുന്ന ആളാണ്, ഏകദേശം ഇത്ര പ്രായം, നമ്മളൊത്തിരി അങ്ങനത്തെ അഡ്വർടൈസ്മെന്റുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ അത് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ വോയിസ് റിസീവിങ് ആ പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഒരാളെ മിസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവര് വന്ന് ഇയാളെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതുവരെ ഇത് വഴിയിലിടാൻ പറ്റില്ല. അത് എന്ത് ചെയ്യുന്നു? ഇതുപോലെ മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കാം. ഇനി ഇവർക്ക് വേണ്ടി മാത്രമാണോ മോർച്ചറി? അല്ല. ഇനി ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് പോലീസിനൊക്കെ വന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോ എന്താ പറയുക എല്ലാം ശരിയായ രീതിയിലുള്ള മരണമായിരിക്കില്ല. ചിലപ്പോൾ സെൽഫ് ഹാം ചെയ്യുന്നവരുണ്ട്, ആത്മഹത്യക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തവരായിരിക്കാം. ചിലർക്ക് ആരെങ്കിലും എന്തെങ്കിലും ഹാം വരുത്തിയതായിരിക്കാം, എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾക്കുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സിന് വേണ്ടിയും നമ്മൾ ചിലപ്പോഴൊക്കെ ഡെഡ് ബോഡീസ് ഇതുപോലെ മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട്. പിന്നെ ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഫോറൻസിക്കില് ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലെ ഇൻവെസ്റ്റിഗേഷനോട് ബന്ധപ്പെട്ട് തന്നെ അവർക്ക് ഏതെങ്കിലും ഈ ബോഡിയിൽ നിന്നും വേറെ ഏതെങ്കിലും തെളിവുകൾ ശേഖരിക്കാനൊക്കെ ഉണ്ടെങ്കിലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനു വേണ്ടി താൽക്കാലികമായിട്ട് മാത്രം കുറച്ച് ആഫ്റ്റർ ദാറ്റ് ഇതെല്ലാം പർപ്പസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഫ്യൂണറൽ നടപടികൾ എങ്ങനെയാണോ അതേത് ആളുകളാണോ അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതുവരെയെങ്കിലും സൂക്ഷിക്കാനുള്ള ഒരിടം അല്ലെ, അല്ലാതെ നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി വെക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഹീലിംഗ് ഓഫ് നമ്മളുടെ ഡിസീസസ്, രോഗം വേഗമാക്കുന്നതിനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഡിപ്പാർട്ട്മെന്റുകളായി ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ് എന്ന് നമ്മൾ കണ്ടപ്പോ നെക്സ്റ്റ് വന്നത് നമ്മുടെ ജനറൽ കോമൺ ആയിട്ട് അതിനകത്ത് വന്നിരിക്കുന്ന ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി. ഇവിടെ വരെ ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടം വരെ ശരിയായി മനസ്സിലായോ എല്ലാവർക്കും? ജനറൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോ എടുത്ത. അതില് ഈ 7 എണ്ണമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ടീച്ചർ മനസ്സിലായി. ഓക്കെ, മനസ്സിലായി മാം. ഓക്കെ, വെരി ഗുഡ്. ദെൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഏത്? ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ? രോഗം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി. ഇത് ഇപ്പൊ ചിലപ്പോ നമ്മൾ പനിയായിട്ട് ചെല്ലുന്നു, പനി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചുമയായിട്ട് ചെല്ലുന്നു, അങ്ങനെ നമ്മൾ മരുന്ന് വാങ്ങിയിട്ട് പോകുന്നു. നമ്മൾ 2-3 ദിവസം ഈ മരുന്നൊക്കെ കഴിച്ചു, എന്ത് ചെയ്തു? വന്നിട്ട് ഡോക്ടർ പറയാണ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറിയെങ്കിലും കുഴപ്പമില്ല, വരണ്ട. എന്നാൽ നമുക്ക് കുറവ് തോന്നുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ആ അസുഖം വീണ്ടും നമ്മളെ ശല്യപ്പെടുത്തുന്നു എങ്കിൽ ഒന്ന് വന്ന് വിവരം പറയൂ എന്നൊക്കെ നമ്മളോട് പറഞ്ഞു വിടും അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഡോക്ടർമാർ അങ്ങനെ പറയുമ്പോൾ കൃത്യമായി അനുസരിക്കണം. നമ്മള് അവിടെ പോയി രോഗമൊന്നും അറിയില്ല, പോണില്ല, ഇനി അടുത്ത രോഗം ആ രോഗം കൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവര് ശമനം കിട്ടും. ചിലപ്പോ നമ്മൾ കഴിക്കുന്ന എന്താ പറയാ ചില മിക്കവാറും മെഡിസിൻസിലൊക്കെ കുറെ പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വേദനകളാണ് നമുക്ക് ദൃശ്യമാകുമ്പോഴാണ് നമുക്ക് അസുഖമാണ് തോന്നുള്ളൂ. വേദനകളായിട്ടൊന്നുമില്ല, അസ്വസ്ഥതകളൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അത് വെച്ചുകൊണ്ട് നടക്കും. ഓക്കെ, അതേസമയം അത് പൂർണ്ണമായി ഭേദമായിട്ടില്ല എങ്കിൽ ഈ സിംറ്റംസ് ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കും, പനിയായിട്ടോ ചുമയായിട്ടോ ഒക്കെ. അപ്പൊ നമുക്ക് പറയുന്ന രീതിയിൽ ഡോക്ടേഴ്സ് ദേ ആർ ആസ്കിങ് യു ടു കം ഫോർ എ ഫോളോ അപ്പ്. വീണ്ടും ഒന്ന് വിവരം പറയാനായിട്ട് പറയുകയാണെങ്കിൽ അത് മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് തന്നെ പോയി തന്നെ പറയുക തന്നെ വേണം, ചെന്നിട്ട് പറയണം. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സ് എന്ത് നോക്കും? മരുന്ന് അപ്പൊ സാധാരണ പനിയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു, ബട്ട് മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ
ചില കാര്യങ്ങൾ പറയും അല്ലെ, ഒന്നിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ എനി അതർ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡുകളൊക്കെ എടുത്തിട്ട് നമ്മളോടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു കൊടുത്തിട്ടൊക്കെ വരാനൊക്കെ പറയും. അതിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നോക്കാം, എന്താണെന്ന് അറിയണം. സോ നമ്മളുടെ രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു ഉപാധി, അതാണ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു, രണ്ടായിട്ടാണ് നമ്മുടെ ഈ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന വിഭാഗം. നമ്മുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ആ ടെസ്റ്റിംഗ് വിഭാഗങ്ങളാണ് ഈ പറഞ്ഞ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത്. ആദ്യം പറഞ്ഞത് രോഗം ഭേദമാക്കാൻ കഴിവുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, മറ്റേത് കോമൺ ആയിട്ട് എല്ലാ ഹോസ്പിറ്റൽസിലും ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കോമൺ ആയിട്ട് വേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ജനറലിൽ വന്നത്. ഇനി ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് നമ്മുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി, പുറമേ ഉള്ള ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിൽ നിന്ന് മനസ്സിലായില്ല ഡോക്ടർമാർക്ക്, അപ്പൊ എന്ത് ചെയ്യുന്നു, ഗോ ഫോർ എ ടെസ്റ്റ് ആണ്. പിന്നത്തെ നടപടി എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റ് നടത്തി രോഗത്തിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം, നിവാരണം ചെയ്തെടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളാണ് വിച്ച് കംസ് അണ്ടർ ഡയഗ്നോസ്റ്റിക്. ഓക്കെ, ഡയഗ്നോസ്റ്റിക്കിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രണ്ടെണ്ണമാണ് ഏതെന്ന് പറയുന്നത് ലബോറട്ടറി ആൻഡ് റേഡിയോളജി. ലബോറട്ടറി ആൻഡ് റേഡിയോളജി, ഈ രണ്ടെണ്ണമാണ് ഡയഗ്നോസ്റ്റിക്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്താണ് അസുഖം, ഉള്ളിലുള്ളതും പുറത്തുള്ളതോ എന്തൊക്കെയാണോ അത് കണ്ടുപിടിക്കാനുള്ള രണ്ട് ടെസ്റ്റിംഗ് നടത്തുന്ന രീതികളാണ്, അല്ലെങ്കിൽ രണ്ട് ടെസ്റ്റിംഗ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. എന്തുകൊണ്ട് ഈ രണ്ടായിട്ട് രണ്ട് തരം ക്ലാസിഫിക്കേഷൻസ് ഡയഗ്നോസ്റ്റിക്കിൽ വന്നു എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ലബോറട്ടറി ആണ്. ലബോറട്ടറിയിലെ പ്രത്യേകത എന്താ, ലാബിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എന്തിനാ, നമ്മളുടെ ശരീരത്തിന്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ബോഡി ഫ്ലൂയിഡ്സുകൾ എടുത്ത് ബ്ലഡ്, യൂറിൻ, അതുപോലെ സ്റ്റൂൾ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫേസസ് ഒക്കെ ഇപ്പൊ കഫം, മലം, മൂത്രമൊക്കെ എടുത്തിട്ട് പരിശോധിച്ച് പുറത്തേക്ക് എടുത്ത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു റിസൾട്ട് എടുത്തിട്ട് ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഡോക്ടേഴ്സിന് അവർക്ക് ഇതിന്റെ റിസൾട്ട് അനുസരിച്ച് അവർക്ക് ഐഡന്റിഫൈ എന്തുകൊണ്ട് രോഗം മാറുന്നില്ല, അല്ലെങ്കിൽ ഈ രോഗത്തിന്റെ കാരണം ഇന്നത് കൂടിയാണ്, അതാണ് ഇതിങ്ങനെ മാറാതെ ഇരിക്കുന്നത്. ആ വന്ന സിംറ്റം, പനി ആയിക്കോട്ടെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള പനി, കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന, ആ തലവേദന ഇന്നതിന്റെ കാരണമായിരുന്നു എന്ന് ഈ ടെസ്റ്റുകൾ നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡും യൂറിനും ഒക്കെ എടുത്ത് നമ്മൾ പുറത്ത് വെച്ച് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് ലബോറട്ടറി എന്ന് പറയുന്ന വിഭാഗത്തിൽ വന്നത്. ഓക്കെ, സെക്കൻഡ് വൺ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആണ്, റേഡിയോളജി ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒന്നും എടുത്ത് പുറത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് അതിന് പകരം എന്ത് ചെയ്യുന്നു, ഒരു ഇമേജിംഗ് പ്രോസസ്സിലൂടെ, ഇമേജിംഗ് ടെസ്റ്റിംഗ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ഇന്നർ ഓർഗൻസിൽ, നമ്മൾ ഈ പുറമേ കാണുന്ന ഓർഗൻസ് അല്ലാതെ ഉള്ളിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട് അല്ലെ, പ്രധാനമായിട്ടും ഹാർട്ടിൽ അല്ലെ, അതിന്റെ ഉള്ളില് എന്താ പറയാ, പിന്നെ അതുപോലെ വയറിനകത്ത് ഒത്തിരി ലാർജ് ഇൻറ്റസ്റ്റൈൻ, എന്താ പറയാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിന്നെ എന്താ ഒത്തിരി ഉണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതുണ്ട്, ഓവറീസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള നമ്മുടെ വയറിനകത്തും പ്രധാനമായിട്ടും ഹാർട്ടിനകത്തൊക്കെ ഉള്ള ഓർഗൻസിന്റെ അകത്ത് ഉള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ചില ഡിസീസസ് നമുക്ക് മാറാതെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഡോക്ടേഴ്സ് വിൽ ആസ്ക് ഫോർ എ റേഡിയോളജി ടെസ്റ്റ്. എന്ന് വെച്ചാൽ അവരുടെ സ്പെഷ്യലി അവർ ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രുമെന്റുകളാണ്. ഇതിന്റെ നമ്മ എന്താ പറയാ, നമ്മുടെ എൻഡോസ്കോപ്പി ഒക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നല്ലോ, വയറിനകത്തേക്ക് എന്താ പറയാ, വയറിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കടത്തി വിടും. എന്നിട്ട് അത് അതിന്റെ ആ കടന്നു പോകുമ്പോ അത് പോകുന്ന വഴിയിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ നമ്മളെങ്ങനെ കാണാം, അതിലൊരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ ക്യാമറാസ്, അതിനു വേണ്ടി മാത്രം ഡോക്ടേഴ്സിന് യൂസ് ചെയ്യാൻ പോകുന്നു. വലിയ കാട്ട ക്യാമറ ഒന്നും അല്ല കേട്ടോ, ചെറിയ സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്. ഇപ്പൊ നമ്മളുടെ മൊബൈൽ ഫോണുകളിൽ നമുക്ക് ക്യാമറാസ് ഉണ്ട് അല്ലെ, എത്രത്തോളം ചെറുതാണെന്ന് നമുക്കറിയാലോ. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള അത്തരം ഇൻസ്ട്രുമെന്റ്സിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന, ഘടിപ്പിച്ചിരിക്കുന്ന സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ഉണ്ട്. ആ ക്യാമറാസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിട്ട് ഇമേജിങ് ചെയ്ത് ഓരോ ഭാഗത്തേക്കൊക്കെ ഇമേജ് ചെയ്ത് അത് എവിടേക്ക് നമ്മുടെ അവരുടെ PC കമ്പ്യൂട്ടറിലേക്ക് അതിന്റെ ആ ഇമേജിങ് വന്ന് എവിടേക്കാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ കണ്ടെത്താൻ. അപ്പൊ അകത്തേക്ക് കടത്തിവിട്ട് റേഡിയോ ഐസോട്ടോപ്സ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. ഇതിനകത്തേക്ക് കടത്തി വിടുമ്പോ ഒരു എന്താ പറയാ, പോകുന്ന വഴിയൊക്കെ കാണേണ്ടത് കഴിഞ്ഞ് അപ്പൊ ഒരു റേ ആണ് അതിനകത്തേക്ക് കടത്തു പോവുക.
ആ റേ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നു പോയിട്ട് അതെന്ത് ചെയ്യുന്നു, ഏതൊക്കെ മേഖലകളൊക്കെയാണെന്നൊക്കെ വ്യക്തമാക്കി ഇവർക്ക് കൊടുക്കാൻ, ഇവർക്ക് അവർ മോണിറ്ററിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സാണ് റേഡിയോളജി. ഇമേജിംഗ് പ്രോസസ്സാണ് ഇത്. നമുക്ക് വലിയ ഇതൊക്കെ പഠിക്കാനുണ്ട്. റേഡിയോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും ഉണ്ട്, അല്ലാതെ തന്നെ ഇനി അടുത്ത ഹെഡിങ്ങിൽ ചെറുതായിട്ട് ഒരു എക്സ്പ്ലനേഷനും വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ അകത്തുനിന്ന് പുറത്തെടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതുണ്ട്, അകത്തേക്ക് കടത്തിവിട്ട് റേസ് വിട്ടിട്ട് രോഗം എന്താണെന്ന് നിവാരണം ചെയ്തെടുക്കാനുള്ള പ്രൊസീജിയേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും റേഡിയോളജി ആൻഡ് നമ്മുടെ ലബോറട്ടറി കംസ് അണ്ടർ ദിസ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ആ ഒരു ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നത്. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ ടീച്ചർ? ഓക്കെ. Then സ്കാനിങ്ങും എക്സ്റേ എല്ലാം ഇതിന്റെ അണ്ടറിൽ വരില്ലേ? ഇതെല്ലാം വരും ഇതിനകത്തേക്ക്. ഇതൊക്കെ റേസ് കടത്തി വിടുന്നതാണ് ശരീരത്തിലേക്ക്. എക്സ്റേസ് റേ ഉപയോഗിക്കുന്നതൊക്കെ റേഡിയോളജിയിൽ വരും. ഓക്കെ. Then the next classification, നമ്മൾ ഇതിന്റെ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം, ഇതിനെ കുറിച്ച് ചാപ്റ്ററും ഉണ്ട്, പിന്നെ അതിന്റെ ഭാഗത്തേക്ക് ഇതിന്റെ നെക്സ്റ്റ് ഹെഡിങ് അടുത്ത പേജുകളിലും ഉണ്ട്. അന്നേരം നമുക്ക് വീണ്ടും എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളത് തന്നെയാണ്. ഓക്കെ. അടുത്തതാണ് നമ്മുടെ സപ്പോർട്ടീവിൽ വന്ന ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ആദ്യത്തേത് തെറാപ്യൂട്ടിക്, അടുത്തത് ജനറൽ, മൂന്നാമത്തെ ഡയഗ്നോസ്റ്റിക് ആണ് പറഞ്ഞത്, ആൻഡ് ലാസ്റ്റ് വൺ ഇൻഫോർമേറ്റീവ്. ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് എന്ന് വെച്ചാൽ അറിവിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ടത്. ഒരു ഹോസ്പിറ്റൽസിന്റെ ഏതെങ്കിലുമൊക്കെ എന്താ പറയാ അതോറിറ്റീസിന്, ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റീസിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവല്ലോ മാനേജേഴ്സ് ഒക്കെ, അവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഹോസ്പിറ്റൽസിന്റെ എല്ലാം ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടത്താനായിട്ട് പറ്റില്ല. എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്കറിയാം. നമ്മുടെ മെമ്മറി പവറൊക്കെ എത്രത്തോളം ഉണ്ട്. നമ്മളൊക്കെ ഇപ്പൊ കുറെ കാര്യങ്ങൾ പുതിയത് കേൾക്കുമ്പോൾ പഴയതൊക്കെ നമ്മുടെ ഡിലീറ്റഡ് ആയി പോകും. അതുകൊണ്ടാണല്ലോ നമ്മൾ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് മനസ്സിൽ തട്ടിയതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലോ ഉള്ളതൊക്കെ നമുക്ക് റീകളക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം സാധാരണഗതിയിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. അത് ഡിലീറ്റ് ചെയ്തു പോകും. അതിന് വലിയ ഇഫക്റ്റ് ഇല്ലാതെ പോയത് കൊണ്ടാണ് നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് പുതിയത് നമ്മളുടെ കയ്യിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? പഴയത് കുറെയൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതെ പോകും, അതായത് മറന്നു പോകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും എന്താ പറയാ, മനുഷ്യന്മാർക്കൊക്കെ മനുഷ്യ സഹജം തന്നെയാണ് മറവി എന്ന് പറയുന്നത്. സോ ഇതൊക്കെ മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഓൾ ദ തിങ്സ് വാട്ട് എവർ ഈസ് ദർ ഇൻ ദ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും എവിടെയെങ്കിലും ഒക്കെ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഏതൊക്കെ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വേണ്ടത്, റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മെഡിക്കൽ റിസോഴ്സസും അവിടുത്തെ IT വിഭാഗം, IT ഇൻഫോർമേഷൻ ടെക്നോളജി. ഈ പറയുന്ന ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോഴും അതുപോലെ മെഡിക്കൽ റിസോഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ്, അതാണ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. ഇൻഫോർമേറ്റീവില് രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത്, ഒന്ന് മെഡിക്കൽ റിസോഴ്സസും ഒന്ന് IT-യും. നമുക്ക് നോക്കാം എന്താണെന്ന്. മെഡിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് മെഡിക്കൽ റിസോഴ്സസ് ഉണ്ട്. ഇപ്പൊ നെയിംലി നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഒരുപാട് മെഷീൻസ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കാർഡിയോളജിയിൽ തന്നെ എത്ര തരത്തിലുള്ള മെഷീൻസ് ആയിരിക്കും ഉപയോഗിക്കുക അല്ലെ? മറ്റേ TMT മെഷീൻ ഉണ്ട്, എക്കോ എടുക്കുന്ന മെഷീൻ ഉണ്ട്, സ്കാനിങ് ഉണ്ട് അല്ലെ? പിന്നെ അതുപോലെ തന്നെ MRI സ്കാൻ നടത്തുന്ന മെഷീൻസ് ഹോസ്പിറ്റൽസിലുണ്ട്. പിന്നെന്താ പറയാ, മറ്റു പല ഡിപ്പാർട്ട്മെന്റുകൾ നോക്കി കഴിയുമ്പോൾ ENT വിഭാഗത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള വിഭാഗത്തായിക്കോട്ടെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് മെഷീൻസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഹോസ്പിറ്റലിന്റെ റിസോഴ്സസ് ആണ്, മെഡിക്കൽ റിസോഴ്സ് ആണ്. ആ മെഡിക്കലുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളെല്ലാം റിസോഴ്സസ്, സാധനങ്ങളായിക്കോട്ടെ. അതുപോലെ തന്നെ ഫാർമസിയിൽ ഒരുപാട് മെഡിസിൻസ്, ഡ്രഗ്സ്, അതായത് മരുന്നുകൾ ഒരുപാട് വെറൈറ്റീസില് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ആവശ്യമായത്. ഇതിനെ കുറിച്ചൊക്കെ ഒരു റെക്കോർഡ് വേണ്ടേ? ഇതൊക്കെ ഇത്രയൊക്കെ ഉണ്ട് എന്ന് എല്ലാം ഓർത്തെടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഓൾ ഷുഡ് ബി റെക്കോർഡ്. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. എന്തിന്? നമ്മുടെ ഇൻഫോർമേഷന് വേണ്ടി, നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസിന്റെ അതോറിറ്റീസിന്റെ ഇൻഫോർമേറ്റീവിലേക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പൊ എല്ലാ മെഡിക്കൽ റിസോഴ്സസും വാട്ട് എവർ ദർ ഇസ് ഇൻ ദ ഹോസ്പിറ്റൽ വന്നു പോകുന്ന പേഷ്യൻസിന്റെ അതിന് അടിയിൽ വരിക. അടുത്തത് IT വിഭാഗത്തിൽ വരാം.
എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടും അവിടെ ഒരു ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യാനുള്ള, ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പുതിയ ടെക്നോളജി അതിന്റെ ഫലമായിട്ടാണ് കമ്പ്യൂട്ടർ പോലെയുള്ള ഈ പറയുന്ന ഇത്രയും ചെറിയ മെഷീനിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫയലുകളാക്കി എല്ലാ കാര്യങ്ങളും സേവ് ചെയ്ത് വെക്കാം, സ്റ്റോർ ചെയ്ത് വെക്കാം. എന്തൊക്കെയുണ്ട് ഇവിടെ ഹോസ്പിറ്റൽസിൽ, ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന മെഡിക്കൽ ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട്, മെഡിക്കൽ റിസോഴ്സസ് ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ മെഡിസിൻസ്, ഫാർമസിയിൽ ഇന്ന തരത്തിലുള്ള മെഡിസിൻസ് ആണ് ഇവിടെ സപ്ലൈ ചെയ്യപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളും ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കാം. പിന്നെ ഓരോ സ്റ്റാഫുകൾ എത്ര പേരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോ സ്റ്റാഫുകൾ നഴ്സ് വിഭാഗത്തിൽ എത്രയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം എന്തൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഷുഡ് ബി റെക്കോർഡ്. അതൊക്കെ റെക്കോർഡ് ചെയ്ത് കീപ്പ് വെക്കുക. അതാണ് ഇൻഫോർമേറ്റീവ്. അപ്പൊ ആർക്കൊക്കെ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ ആർക്ക് വേണമെങ്കിലും അതെടുത്ത് ഉപയോഗിക്കും. ആർക്ക് വേണമെങ്കിൽ വഴിയെ പോകുന്നവർക്കല്ല, ഹോസ്പിറ്റൽസിന് അത് നെസസറി ആയ ആളുകൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇൻഫോർമേറ്റീവ്. ഇനി ഇതിനകത്ത് തന്നെ ഒരു IT കൂടി വരുന്നുണ്ട്. IT എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജി. യൂസിംഗ് ദിസ് ഇൻഫോർമേഷൻ ടെക്നോളജി, ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യൻസ് ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിന്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസ്, അത് നമ്മൾ ഇപ്പോഴത്തെ തരത്തിലൊക്കെ നമ്മൾ നോക്കിയാൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ OP നമ്പർ പുതിയതായിട്ട് ചെല്ലുകയാണെങ്കിൽ ഒരു OP ടിക്കറ്റ് നമുക്ക് തരും അല്ലെ. ഇനി വരുമ്പോഴൊക്കെ ഈ OP നമ്പർ പറയണട്ടാ, മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിടും. നെക്സ്റ്റ് ടൈം ഇഫ് യു ആർ ഗോയിങ് ഫോർ ദ സെക്കൻഡ് ടൈം, വീണ്ടും നമ്മൾ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യത്തിന് ചെല്ലുമ്പോൾ നമ്മൾ ഈ OP നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. അവരത് അവിടെ ആ ഒരു എന്താ പറയാ കമ്പ്യൂട്ടറിൽ അത് അടിക്കും. അപ്പൊ ആ ഫയൽ നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകും. അപ്പൊ നമ്മുടെ പേര്, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ ഏജ്, നമ്മളുടെ സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ നമ്മൾ എന്ത് രോഗത്തിന് വേണ്ടിയാണ് പ്രീവിയസ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത്, ഏത് ഡോക്ടറെ ആണ് നേരെ കൺസൾട്ട് ചെയ്ത്, സകല ഡീറ്റെയിൽസ് എല്ലാം അവരവിടെ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. കാരണം അക്കോർഡിംഗ് ടു ദ ടൈം അല്ലെ, അവരുടെ ഡോക്ടർ അടുത്ത് വന്നു പോകുന്ന ടൈം അനുസരിച്ച്. നമ്പർ, മൊബൈൽ നമ്പറുകളും നമ്മൾ കൊടുക്കണ്ട, നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണ്ട. അപ്പൊ ചില ആൾക്കാര് ഈ OP നമ്പർ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു എന്ത് പറ്റും, ഈ നിങ്ങളുടെ മൊബൈൽ നമ്പർ പറഞ്ഞാൽ മതി എന്ന് പറയും. അത് ശരിയാണ്. പക്ഷെ OP നമ്പർ ആണ് ശരിയായിട്ടുള്ള നമ്പർ. അതിലാണ് ഇവര് ആ OP നമ്പറിലാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അതിനകത്ത് എന്ത് വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ ആയാലും ചോദിക്കും. അപ്പൊ നമുക്ക് അത് കൊടുത്താലും അവർക്ക് ആ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ വരുന്നു പോകുന്ന പേഷ്യൻസിന്റെ സകല ഡീറ്റെയിൽസും ഷുഡ് ബി റെക്കോർഡഡ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഫ്യൂച്ചർ എന്തെങ്കിലും കാര്യങ്ങൾക്കോ പഠനങ്ങൾക്കോ വേണ്ടി നമ്മൾ ഇത് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അവിടെ അവൈലബിൾ ആകണം. വന്ന് ഇന്നൊരു പേഷ്യന്റ് വന്നു പോയി, ഓക്കെ, ആ ചിട്ട് കളഞ്ഞേക്ക്, അതിന്റെ ചാർട്ടൊക്കെ മാറ്റിയേക്ക്, അങ്ങനെ നമ്മളത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. കാരണം ഹോസ്പിറ്റൽസിലാകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒന്നും കൂടി വീണ്ടും അവിടെ ചില കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഫർദർ വീണ്ടും അതൊന്നും എടുത്ത് നോക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ ഓൾ തിങ്സ് ഷുഡ് ബി കെപ്റ്റ് സേഫ്. അതായത് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ രണ്ട് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റിസോഴ്സസിനെ സംബന്ധിക്കുന്നത്, പേഷ്യൻസിനെ സംബന്ധിക്കുന്നത് രണ്ട് വിഭാഗമായി ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്ന സപ്പോർട്ടീവിന്റെ ഡിപ്പാർട്ട്മെന്റിനകത്ത് വന്നത്. സോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 4 ക്ലാസിഫിക്കേഷൻസ് ആണ്: തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഓരോന്നും അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അനുസരിച്ച് അതിനോരോന്നിനും പ്രത്യേകം ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. തെറാപ്യൂട്ടിക്കില് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയബറ്റിക്സ്; ജനറലില് CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി; ഡയഗ്നോസ്റ്റിക്കിനകത്ത് ലബോറട്ടറിയും റേഡിയോളജിയും; ഇൻഫോർമേറ്റീവില് മെഡിക്കൽ റിസോഴ്സസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, IT, ഇൻഫർമേഷൻ ടെക്നോളജി, ദാറ്റ് മീൻസ് റിഗാർഡിംഗ് എവറിഥിങ്, ഹോസ്പിറ്റൽസിലെ മറ്റു കാര്യങ്ങളെ കുറിച്ച്, പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വന്നത്. ഇവിടെ വരെ ക്ലിയർ ആണോ? ഇതിലൊന്നും നമുക്ക് നോട്ട് പറയോ? ഏതാ ഇൻഫോർമേറ്റീവിന്റെ കറക്റ്റ് മീനിങ് എന്താണെന്ന് പറയോ? ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ. അത് തന്നെ, ഇത് മറ്റുള്ളവർക്ക് അറിവിലേക്ക്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവ് കൊടുക്കാൻ.
പല അറിവുകളും കൊടുക്കാനല്ല, അവിടുത്തെ മെഡിക്കൽ റിസോഴ്സസിനെ കുറിച്ചിട്ടും അതുപോലെ വന്നു പോകുന്ന പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ, ആ അറിവുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറച്ച് ആളുകൾ അടങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അത് ശരിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, എൻഷുർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു തീർന്നിട്ടുള്ളൂ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലിട്ട് ആലോചിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് നോട്ടൊന്നുമില്ല, കാരണം ഇതൊക്കെ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് സെപ്പറേറ്റ് ടോപ്പിക്കുകളായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇൻഫോർമേറ്റീവില് അത് തന്നെ നിങ്ങളുടെ ഇൻഫോർമേഷനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പാസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ കേട്ടതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സുകളിലുള്ള നോട്ട് ഇതിനകത്തേക്ക് നമുക്ക് നോട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതിനകത്തൊന്നും നോട്ടൊന്നുമില്ല, ഇതൊന്നും വെറുതെ നോക്കി വായിച്ച് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റിൽ വന്നേക്കണേ, അതിനിങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസിഫിക്കേഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ ബേസിസിലാണെന്നും അത് എന്തുകൊണ്ട് ഇന്നതിൽ വന്നു എന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ കണക്ട് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കുക. കണക്ട് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കാലോ. ഓക്കെ, ക്ലിയർ ആണോ? ഹാപ്പി ആണോ? സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. മാം, ഇംഗ്ലീഷ് നോട്ടിന്റെ പറഞ്ഞേക്കാമോ? എന്തോ ഇംഗ്ലീഷ് നോട്ടിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാമോ? പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ, ടേക്ക് കെയർ. Okay. Okay, ma'am.